ഹലോ ഗൈസ്, നമ്മുടെ പറമ്പിലേക്ക് വന്നേക്കുവാണ്. പറമ്പിൽ നമ്മൾ വെച്ചേക്കുന്ന മാവുകളിൽ മല്ലിക വേരിയന്റിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് മാങ്ങ ഇട്ടായിട്ടുണ്ട്. അതൊക്കെ മൂത്തു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പറിച്ചുകൊണ്ട് പോയാൽ നമുക്ക് വെച്ച് പഴുപ്പിച്ച് കഴിക്കാം. പോയി അതാ കിട്ടിയ മാങ്ങ ആദ്യമായിട്ട് ഉണ്ടായേക്കണല്ലേ. എവിടെ ബാക്കിയുള്ള മാങ്ങ? ഇങ്ങോട്ട് കാണിക്കും. ഗൈസ്, ഇത് ജന്തർ ബന്തർ എന്നുള്ള വേരിയന്റ് ആണ്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വിളവെടുത്തിരിക്കുകയാണ്. ഇത് ജന്തർ ബന്തർ എന്ന് പറയുന്ന ഒരു ജന്തർ ബന്തറാണ് മുകളിൽ ഇരിക്കുന്നത്. അടിയിലിരിക്കുന്നത് മല്ലിക എന്ന് പറഞ്ഞ വേരിയന്റ്. ഈ രണ്ട് വേരിയന്റിൽ ആകെ 2 മാവിലാണ് നമുക്ക് ആകെ ഈൽഡ് ഇപ്രാവശ്യം ഉണ്ടായത്. ഇനി വരും വർഷങ്ങളിൽ ബാക്കിയും ഉണ്ടാവും. ഈ മാങ്ങ ഉണ്ടാവും, മാമ്പഴം. ഇത് പഴാട്ടോ, പച്ച ഇരിക്കേണ്ടതുള്ളൂ. ഇത് പഴുത്താണേ. ഇത് മല്ലിക മാങ്ങ. ഇത് ജന്തർ ബന്തർ എന്ന് പറഞ്ഞ സാധനം. ഇത് നമ്മുടെ മൂവാണ്ടം പോലെ മൂവാണ്ടം പോലെ തോന്നും, പക്ഷെ ഇത് ജന്തർ ബന്തർ എന്നാണ്. വെറൈറ്റി മാങ്ങയായിരിക്കും. പഴമുണ്ട്. ഇതുണ്ടോ? പഴമുണ്ട്. കഴിച്ചു നോക്കാം. പിന്നത്തെ ഇത് നാടൻ മാമ്പഴം. ചെറുതാണ്, പക്ഷെ നല്ല മധുരമാണ്. ഇതിന്റെ മണം ഭയങ്കര നല്ല മണം. നമുക്ക് മുറിച്ച് കഴിക്കാം. ഓക്കെ ഗൈസ്, ദേ മല്ലിക മാങ്ങ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് പറിച്ചേക്കുവാണ്. ഐ മീൻ മുറിച്ച് പീസസ് ആക്കി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം. വാവ്, ഒന്നും പറയാനില്ല. അയ്യോ ദൈവമേ, നമ്മള് പാപ്പയുടെ അവിടുത്തെ അത് തന്നെ സെയിം. അത് മല്ലിക നല്ല സ്വീറ്റ് ആണ് ഗൈസ്. നമ്മളെ കടയിൽ നിന്നൊക്കെ ഇങ്ങനെ പെർഫെക്റ്റ് ടേസ്റ്റ് ഉള്ള മാങ്ങ ഒക്കെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, ഇതുപോലത്തെ മാങ്ങയൊന്നും നമുക്കൊന്നും വെച്ചിട്ട് മരുന്നേലൊന്നും ഉണ്ടാവണമില്ല, ഇങ്ങനെയൊന്നും കിട്ടണില്ലല്ലോ എന്നൊക്കെ. പക്ഷെ അത് നാച്ചുറലായിട്ട് വെറും സാധാ വളമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന സാധനം ചെയ്ത് നമ്മൾ റെഡിയാക്കി എടുത്തപ്പോൾ നല്ല സൂപ്പർ സ്വീറ്റ് ആണ്.